ഇറാൻ വീണാൽ IRGC സായുധ സംഘമാകുമെന്ന് ഇസ്രായേലിന് പേടി. ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്ത ചില വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭയക്കേണ്ടത് നിലവിലുള്ള ഇസ്രായേലിൻ്റെ ഭരണകൂടത്തെയല്ല, അവരുടെ സായുധ സംഘമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള IRGCയെയാണ്. രണ്ട് തരത്തിലാണ് ഇപ്പോഴത്തെ സർക്കാർ സംവിധാനം ഇറാനിൽ പ്രവർത്തിക്കുന്നത് എന്ന് പത്രം കണ്ടെത്തുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മിതവാദികളായിരിക്കുന്ന ഒരു ഭരണകൂട സംവിധാനം അവിടെ നിലനിൽക്കുന്നു, അത് സ്വാഭാവികമാണ്. നമ്മൾ അവരെ ആക്രമിച്ചത് തെറ്റായ ഒരു കീഴ്വഴക്കമായിരുന്നു. അതല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിത്തറ നമ്മൾ തന്നെ തുരക്കുന്നതിന് സമാനമായിരിക്കുന്ന പ്രവർത്തനമാണ് അവിടെ നടത്തിയത് എന്ന് ചുരുക്കം. മിതവാദികളായിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കെ അവരെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന സൈനിക സംവിധാനം ഭരണമേൽക്കുക സ്വാഭാവികമാണ്. ഇത്തരം ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. 6 ലക്ഷത്തോളം സൈനികരാണ് ഇറാനിലുള്ളത്. അത് റിസർവ് സൈനികർ അടക്കം 2,70,50,000 സർക്കാർ സൈനികരും അല്ലെങ്കിൽ സൈനിക വിഭാഗവും ബാക്കി റിസർവ് സൈന്യവുമാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ സൈനിക പരേഡ് നടത്താൻ അല്ലെങ്കിൽ സൈന്യത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സർക്കാരിനെയും സൈനിക മേധാവികളെയും സമീപിച്ചിട്ടുണ്ട്. അവർ 1 ലക്ഷത്തോളം ആളുകളെയെങ്കിലും രഹസ്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള അനുമതി സംബന്ധമായ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. അങ്ങനെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിഭാഗമായിട്ട് അത് മാറും. സാധാരണ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അത് ഇറാനെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ അപകടം ഉണ്ടാവും. രണ്ടും രണ്ട് തരത്തിലാണ്. ഒരു ജനാധിപത്യ സംവിധാന പ്രക്രിയയുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും 2 ഭാഗങ്ങളായിട്ട് നിലനിൽക്കും. പിന്നെ പ്രസിഡൻഷ്യൽ ഭരണം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം, അല്ലെങ്കിൽ രാജഭരണം, അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി വിമതപക്ഷം രഹസ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് പല രാജ്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അമേരിക്കയെ പോലുള്ളൊരു രാജ്യത്തിന് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനത്തെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇറാഖ് മുതൽ ലിബിയ വഴി സുഡാനിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈജിപ്ത് വഴിയിലൂടെയൊക്കെ സിറിയയിലെത്തുമ്പോൾ അതൊക്കെ നമുക്ക് ഏറെക്കുറെ ബോധ്യമാവും. ഒരു 5-8 രാജ്യങ്ങൾ ഈ വർത്തമാന കാലത്ത് 10-15 അല്ലെങ്കിൽ ഒരു 30 വർഷത്തിൻ്റെ ഇടയിലോ ഭരണമാറ്റം സംഭവിക്കുകയും ഭരണാധികാരികളെ തൂക്കിക്കൊല്ലുകയും വെടിവെക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അമേരിക്ക വളരെ എളുപ്പത്തിൽ സാധിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ നമുക്ക് വെനിസ്വേലയെ പറയാം. വെനിസ്വേലയുടെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാര അധ്യക്ഷനെ വളരെ എളുപ്പത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണകൂടം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവമായിട്ട് കേൾക്കുന്നതാണ്. അതുവരെ സംഭവിച്ചു. അങ്ങനെയാകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അതെവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വെനിസ്വേല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പുതിയ ഭരണ സംവിധാനം വൈസ് പ്രസിഡന്റ് അധികാരം ഏറ്റു, അതോടെ ഇത് അവസാനിച്ചു, അസ്തമിച്ചു. എന്തെങ്കിലും പ്രക്ഷോഭ പരിപാടികളൊന്നും നമ്മളെവിടെയും പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ കേൾക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പല രാജ്യത്തും നടന്ന സമയത്ത് ഇവിടെ ലിബിയയിലെ കേണൽ ഗദ്ദാഫിയുടെ മരണം, ഗദ്ദാഫിയുടെ ഭരണവും അട്ടിമറിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു, അദ്ദേഹത്തെ മൃതദേഹം പോലും വിട്ടു നൽകിയിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ അതിനുശേഷം പിന്നീട് വേറെ എന്തെങ്കിലും ആഭ്യന്തര കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. കാര്യം അവിടെ ഒരു വിമതപക്ഷത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അമേരിക്ക ജയിച്ചു. ഇറാഖിൽ ഏറെക്കുറെ അങ്ങനെയാണ്. ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് റൂട്ട് മാറി. അതാണ് ഇവിടെ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. ഇറാനിലെത്തുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇറാൻ ഒരു മതരാഷ്ട്രമാണ്. അതൊരു ഷിയ വിഭാഗത്തിൻ്റെ രാഷ്ട്രമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അഭിപ്രായ ഭിന്നതകൾ ഉള്ളവർ അവിടെ ഉണ്ട്. പക്ഷേ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട, വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്ന സമയത്ത് അവരെല്ലാം ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു. ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അവിടെ കറൻസിയുടെ മൂല്യത്തിന് വലിയ ഇടിവുണ്ട്. തൊഴിൽ ലഭ്യതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കറൻസിയുടെ മൂല്യം ഇടുന്ന സമയത്ത് അവരുടെ വിനിമയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അങ്ങനെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും വിഷയങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ അമേരിക്ക ആക്രമിച്ചതോടുകൂടി അത് പൊടുന്നതിനെ അട്ടിമറിഞ്ഞുകൊണ്ട് രാജ്യവും രാജ്യത്തിലെ ജനങ്ങളും ചേർന്ന് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രതിഭാസം അവിടെ പ്രകടമായി.
പിന്നെ ഇപ്പോൾ അവിടുത്തെ സൈന്യം, അവിടുത്തെ സർക്കാർ, അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ചാണ് ശത്രുവായിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഒരു അപശബ്ദം പോലും അവിടെ വരുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം, അവർ ഒന്നാണ്. ജനങ്ങളൊന്ന്, അവിടെ പ്രതിപക്ഷമില്ല, സർക്കാരൊന്ന്, സൈനിക സംവിധാനങ്ങളൊന്ന്. ആ ഒരു സംവിധാനത്തെ തകർക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അമേരിക്ക കണക്ക് കൂട്ടിയത്, അതല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം തന്നെ ഇസ്രായേലും കൂടി കണക്ക് കൂട്ടിയത്, അവിടുത്തെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്നുള്ളത്, അതായത് അവിടുത്തെ ആത്മീയ നേതാവ് ആയിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി, സൈനിക മേധാവികൾ, ഭരണത്തിൽ ഏറ്റവും മുൻപിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, നിർദ്ദേശം നൽകുന്നവർ, ഇത് ഇല്ലാതാക്കുന്നതോട് കൂടിയിട്ട് ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പങ്ങൾ രൂക്ഷമാവുകയും പിന്നീട് അവരുടെ ഭരണം അട്ടിമറിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഈ കണക്കുകൂട്ടലുകൾ തെറ്റി. കാരണം എന്ന് പറഞ്ഞാൽ ആത്മീയപരമായിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന ജനതയുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്ന കാര്യത്തിൽ 100% ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു. മാത്രമല്ല അവിടെ രഹസ്യ സംവിധാനങ്ങൾ, മൊസാദ് പോലെയുള്ള രഹസ്യ സംവിധാനം ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. അതിൻ്റെ ദുരന്ത ഫലമാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നേതൃത്വ നിരയിലുള്ളവർ എപ്പോഴും പ്രായാധിക്യമുള്ളവരാകുന്ന സമയത്ത് അവർക്കൊരു മിതവാദം ഉണ്ടാവും. മിതത്വത്തിലൂടെയാണ് രാജ്യഭരണവും അത് ഈ പ്രശ്നത്തിൽ ഇടാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുക. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, കുട്ടികളോട് വലിയ വാത്സല്യം കാണിക്കുന്ന നേതാവാണ് ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മിതത്വം അയാളിലുണ്ട്. ആ മിതത്വമുള്ള ആ മനുഷ്യരെ കൊലപ്പെടുത്തുന്ന സമയത്ത് അവസാനത്തെ വാക്ക് അവിടെ അസ്തമിച്ചു. പിന്നീട് കുറച്ചും കൂടി ഗൗരവപരമായ രീതിയിൽ വിഷയത്തെ സമീപിക്കുകയും തീവ്രമായി ചിന്തിക്കുകയും ചെയ്യുന്ന വിഭാഗം ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് IRGC മാറുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി കാര്യങ്ങൾ. ഒരിക്കൽ പോലും ഇറാൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം അമേരിക്കക്ക് പോലും ബോധ്യമായി. ഇനി നമ്മളൊരു വാദത്തിന് വേണ്ടി ഭരണം അട്ടിമറിഞ്ഞു എന്ന് കരുതുക. അങ്ങനെ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് IRGC എന്തായിട്ട് മാറും? IRGC ഒരു സായുധ സംഘമായിട്ട് മാറും. ആ സായുധ സംഘത്തെ നിലവിലുള്ള ഭരണ സംവിധാനത്തെക്കാളേറെ പേടിക്കേണ്ടതാണ്. അതാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. തങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിവേര് പോലും മാന്തുന്ന പ്രവർത്തനങ്ങൾ മണ്ടത്തരമായ രീതിയിൽ തങ്ങൾ തന്നെ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നുള്ളിടത്തേക്ക്. ഇവിടെ ഇപ്പോൾ ഫാലസ്തീൻ എന്ന് പറയുന്ന വിഷയം, 2-3 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവും. ഫാലസ്തീൻ എന്ന് പറയുന്ന ഒരു അതോറിറ്റി, ഒരു ഗവൺമെൻറ് സംവിധാനം വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ലോകം അംഗീകരിച്ചാണ് യാസർ അറഫാത്ത് ഇപ്പോൾ ഈ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ക്യാബിനറ്റ്, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ആ സംവിധാനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മഹ്മൂദ് അബ്ബാസ് ആണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ പ്രസിഡന്റ് ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും അവരുമായിട്ട് സംസാരിക്കും. അവരുടെ കയ്യിൽ സംഭവം ആയുധമല്ല, ആക്രമിക്കാൻ വേണ്ടിയോ പ്രത്യാക്രമണത്തിന് വേണ്ടിയോ സാധിക്കുകയില്ല. അങ്ങനെ രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷേ പാലസ്തീൻ്റെ വിഷയകാര്യങ്ങൾ സംസാരിക്കുന്ന അവരോടാണ്. നമ്മുടെ ഇവിടെ ഗസയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല, ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഹമാസ് എന്ന് പറയുന്ന ഭരണ സംവിധാനം ഗസയിൽ ഭരിക്കുന്നു. പക്ഷേ അവിടെ തീവ്ര ചിന്താധിക്കാരാണ്. ആകുന്ന സമയത്തുള്ള വിഷയം എന്താ? അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അവർ ഒളിപ്പോർ യുദ്ധം നടത്തുന്നവരാണ്. അവർക്ക് മുമ്പിലാണ് 2 വർഷമായി യുദ്ധം ചെയ്തിട്ടും ഇസ്രായേൽ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പക്ഷത്തെ ഇല്ലാതാക്കുന്ന സമയത്ത് തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകൾ ശക്തി സംഭരിക്കുകയും അവരുടെ കയ്യിൽ ആയുധം കുന്നുകൂടുകയും ചെയ്യും. അത് വലിയ തലവേദന ഉണ്ടാക്കും. ഇപ്പോൾ പറയുന്നത് IRGCയുടെ കയ്യിലാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിൻ്റെ താക്കോലുള്ളത്. അവരാണ് അത് നിയന്ത്രിക്കുന്നത്. ഭരണ സംവിധാനത്തിൽ അവർക്ക് പങ്കാളിത്തമുണ്ട്, അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് മിതത്വത്തിലെ മാത്രമേ ഇടപെടാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഈ ഒരു വിഭാഗം അട്ടിമറിയുന്ന സ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത് നിലവിലുള്ള 6 ലക്ഷം സായുധ സംഘമായിട്ട് മാറും. മാത്രവുമല്ല പുതിയ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ വിഭാഗം സായുധ സംഘമായിട്ട് മാറും. ഇത് എല്ലാ കാലത്തും, വരാൻ പോകുന്ന എല്ലാ കാലത്തും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഭീഷണി നിലനിൽക്കുമെന്നല്ല, തുടർച്ചയായ രീതിയിൽ അക്രമത്തിൻ്റെ പെരുമഴ പെയ്തുകൊണ്ടേയിരിക്കും. രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇസ്രായേൽ ഉണ്ടാവുമെന്ന് ചുരുക്കം. ഇത് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുക. കാര്യം യുദ്ധത്തിൽ കൃത്യതയോടുകൂടിയല്ല ഒരു പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ സ്വയം തന്നെ തിരിച്ചടി ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിൻ്റെ പരിണത ഫലം ഇസ്രായേൽ അനുഭവിക്കും എന്നുകൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അമേരിക്കക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇസ്രായേൽ തെറ്റുപറ്റിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അതോടൊപ്പം തന്നെ മതവിശ്വാസത്തിൻ്റെ കാഠിന്യവും മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പറയുന്ന കാര്യം, അവരുടെ അടുത്തുള്ള ആയുധത്തിൻ്റെ 30% പോലും ഇപ്പോഴും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതും ഈ കാലയളവിൽ, അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട 14
14 ദിവസത്തിൻ്റെ ഇടയിൽ തങ്ങൾ ഉപയോഗിച്ച് തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആയുധത്തിൻ്റെ 10 മടങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നും ഇറാൻ അവകാശപ്പെടുന്ന സമയത്ത് അവരുടെ കൈവശത്തുള്ള ആയുധത്തിൻ്റെ പ്രഹരശേഷിയുള്ള ആയുധത്തിൻ്റെ എണ്ണം എത്ര എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നാശത്തിൻ്റെ തുടക്കം ഇസ്രായേലിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ പരിണത ഫലം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോലും ബോംബ് പൊട്ടിക്കാൻ മാത്രം അല്ലെങ്കിൽ മിസൈൽ ഇടാൻ മാത്രം ഇറാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലങ്ങളിൽ ഇതിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന പല സംഭവങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരും ഇസ്രായേൽ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള പ്രയാസത്തിൽ അമേരിക്കയും വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാൻ എന്ന ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് അവരുമായിട്ട് സമാധാനപരമായിരിക്കുന്ന ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്ക വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇസ്രായേൽ നിലനിൽക്കാൻ വേണ്ടി സാധിക്കും.